ഹലോ ഹായ്. ചിത്തോർഗഡിലെ മനോഹരമായിട്ടുള്ള കോട്ടയും കൊട്ടാരങ്ങളും എല്ലാം മുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. രാജസ്ഥാൻ യാത്രയുടെ മറ്റൊരു ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. ഈ വൈകിയ വേളയിൽ ഞങ്ങളിനി പുതിയൊരു സൂര്യോദയത്തിനായി രാജസ്ഥാനിൽ അതിമനോഹരമായിട്ടുള്ള ജോധ്പൂർ എന്ന സിറ്റിയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഞങ്ങളുള്ളത് ചിത്തോർഗഡ് റെയിൽവേ സ്റ്റേഷനിലാണ്. ദിവസേന അനേകം യാത്രക്കാരുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒന്നിച്ചു ചേരുന്ന ഒരു ഇടമാണിത്. പാളങ്ങളിലൂടെ ഒഴുകുന്ന സമയവും ട്രെയിനുകളുടെ ശബ്ദവും ഓരോ യാത്രയ്ക്കും ഒരു കഥയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ നിന്നാണ് ജോധ്പൂരിലേക്കുള്ള യാത്ര ഞങ്ങൾ ആരംഭിക്കുന്നത്. 1292 എന്ന ട്രെയിൻ ഇതാ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇതിലാണ് ഞങ്ങൾ ജോധ്പൂരിലെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. വൈകിട്ട് 6:30-7 മണിയോടുകൂടെയാണ് ഞങ്ങളെ യാത്ര ആരംഭിക്കുന്നത്. മുൻകൂട്ടി റിസർവ് ചെയ്ത സീറ്റുകളായിരുന്നു. യാത്രക്കാരും കുറവായതിനാൽ യാത്ര വളരെ സുഖകരമായിരുന്നു. ഈ റൂട്ടിൽ ഒരുപാട് ട്രെയിനുകൾ ദിനംപ്രതി സർവീസുകൾ നടത്തുന്നുണ്ട്. ഡിസംബർ മാസമായതിനാൽ തണുപ്പ് നന്നായി അനുഭവപ്പെട്ടെങ്കിലും ഞങ്ങൾ കരുതിയിരുന്ന ഷട്ടറുകൾ തണുപ്പിൽ നിന്ന് കുറച്ചെങ്കിലും രക്ഷ നൽകി. അറിയാത്ത നാട്ടിലൂടെ ജില്ലകൾ കടന്ന് കിലോമീറ്ററുകൾ പിന്നിട്ട് ട്രെയിൻ തുടർച്ചയായി മുന്നേറി. പുറത്തു മുഴുവൻ ഇരുട്ട് മാത്രം. ഏത് ജില്ലയാണ് ഏത് സ്റ്റേഷനാണ് എന്നൊന്നും തിരിച്ചറിയാനായില്ല. ഇടയ്ക്കിടെ മുഴങ്ങുന്ന ട്രെയിനിൻ്റെ ചൂളം വിളി, ആ ശബ്ദത്തിനൊപ്പം ഞങ്ങളും മുന്നോട്ട് നീങ്ങി. ഒടുവിൽ ഏകദേശം രാത്രി 11 മണിയോടുകൂടെയാണ് ഞങ്ങൾ ജോധ്പൂരിൽ എത്തുന്നത്. കൊണ്ടുപോയ ബാഗേജും കാര്യങ്ങളും എല്ലാം എടുത്ത് ഞങ്ങൾ ജോധ്പൂരിൽ ഇറങ്ങുകയാണ്. ഒരു പുതിയ നഗരത്തിലേക്കുള്ള യാത്രയുടെ തുടക്കം അവിടെയാണ്. രാത്രി 11 മണിയോടെ ഞങ്ങൾ ജോധ്പൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. രാജസ്ഥാനിലെ പ്രധാന ജംഗ്ഷനുകളിലൊന്നായ ഈ സ്റ്റേഷൻ രാത്രിയിലും സജീവമായിരുന്നു. പുറത്തേക്കിറങ്ങിയതോടെ ഓട്ടോക്കാരുടെ പിടിവലി തുടങ്ങി. അല്പം അരോചകത്വം തോന്നിയതിനാൽ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചു മാറി നടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നടന്നന്വേഷിച്ചപ്പോൾ 750 രൂപയ്ക്ക് 3 പേർക്ക് താമസിക്കാവുന്ന ഒരു റൂം ഞങ്ങൾക്ക്. റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ള തട്ടുകടയും കാര്യങ്ങളും എല്ലാം ഇവിടെ സജ്ജമാണ്. അത്ര വൃത്തി ഇല്ല എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. യാത്രയായതുകൊണ്ട് ഞങ്ങൾ അതെല്ലാം സഹിക്കുക തന്നെയായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം അന്വേഷണത്തിനൊടുവിലാണ് ഞങ്ങൾക്ക് ഈ ഒരു റൂം തരപ്പെട്ട് കിട്ടിയത്. ആദ്യമേ ഞങ്ങൾ ബാത്റൂമായിരുന്നു ചെക്ക് ചെയ്തത്. നല്ല വിശപ്പുള്ളതിനാൽ ഓൺലൈൻ വഴി പിസ്സ ഞങ്ങൾ മുൻകൂട്ടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ റൂമിലേക്ക് പിസ്സ എത്തി. ഞങ്ങളുടെ കുളിയും അതുപോലെയുള്ള പ്രാഥമിക കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഇത് നേരം വെളുത്തപ്പോൾ ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ റൂമാണ് ഈ കാണുന്നത്, ദേവ് പാലസ്. ജോധ്പൂർ നഗരത്തിൻ്റെ ഏകദേശം ഒരു കലർന്ന സ്ഥലത്താണ് ഇതുള്ളത്. ഈ ഹോട്ടലിൻ്റെ ചുറ്റുമായി ഒത്തിരി ബൈക്ക് റെൻറ്റിനുള്ള ഷോപ്പുകളും ഉണ്ടായിരുന്നു. തീർത്തു പറയാം, ഒരാൾക്ക് 250 രൂപ മാത്രമാണ് ഇവിടുത്തെ താമസത്തിന് ഞങ്ങൾക്കായത്. നല്ല വൃത്തിയും ചുടുവെള്ളവും എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഒരു റൂം 250 രൂപയ്ക്ക് ഒരാൾക്ക് കിട്ടുക എന്നുള്ളത് അത് ഒരു വല്ലാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു. അപ്പോൾ ഇനി ജോധ്പൂർ നഗരം ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. ബൈ.